എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ ഓണം ആഘോഷിച്ചത്. ഇത്തവണ ഓണം ആഘോഷിച്ചത് സതീശേട്ടൻ്റെയും ലത ചേച്ചിയുടെയും വീട്ടിൽ വെച്ചായിരുന്നു. ദിവസം രാവിലെ തന്നെ തൃക്കാക്കരയപ്പനെ അണിയിച്ചൊരുക്കി കോടി ഉടുപ്പിക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. തിരുവോണ ദിവസം സാധാരണ നമ്മൾ എല്ലാ പൂക്കളൊന്നും ഉപയോഗിച്ചിട്ട് പൂക്കളം ഇടാറില്ല. ഇതുപോലെ തൃക്കാക്കരപ്പന് അണിയിച്ചൊരുക്കുക, കുറച്ച് തുളസി, തെച്ചി, തുമ്പപ്പൂവ് ഇതൊക്കെയാണ് അന്നത്തെ ദിവസം നമ്മൾ എടുക്കുന്നത്. ഇനി ഇത് കോടി ഉടുപ്പിക്കുകയാണ് കേട്ടോ. ഒരു തൃക്കാക്കരപ്പനെ നമ്മൾ കിഴക്ക് വശത്തും വെച്ചു, ഒന്ന് നമ്മൾ പടിഞ്ഞാറ് വശത്തും വെച്ചു. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ തിരുവോണ ദിവസം വലിയ പൂക്കളൊന്നും ഇടില്ല, വലിയ പൂക്കളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറേ പൂക്കളൊന്നും ഉപയോഗിച്ച് പൂവിടില്ല എന്ന്. പക്ഷേ ഇത്തവണ ഞങ്ങൾ കുറേ പൂക്കൾ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ അടുത്ത് തന്നെ ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പൂക്കൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പൂക്കളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ഓണപ്പൊട്ടം വരവായി. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഇത് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലൊക്കെയാണ് കാണാറുള്ളത്. ഇതൊരു തെയ്യത്തിനോട് സാമ്യമുള്ള കലാരൂപമാണ്. ഈ ഓണേശ്വരൻ എന്നും പറയപ്പെടാറുണ്ട്. ഈ തെയ്യം കലാരൂപം സംസാരിക്കില്ല, അതുകൊണ്ടാണ് ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞ പേര് വന്നത്. അങ്ങനെ നമ്മൾ ഓണപ്പൊട്ടനെയൊക്കെ കണ്ടു, പൂക്കളിടുന്നതൊക്കെ കണ്ടു. ഇനി ഞങ്ങൾ പായസം ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ അച്ഛൻ്റെ നേരെ അനിയനാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. 7 ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ഞങ്ങളില്ലത്തെ കുഞ്ഞുവാവയുടെ ആദ്യത്തെ ഓണാണ് കേട്ടോ. കുഞ്ഞുവാവയുടെ മുത്തശ്ശി എന്തൊക്കെയോ കഴിപ്പിക്കണ തിരക്കിലാണ് വാവേനെ. പായസം റെഡിയായോന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഓരോരുത്തരൊക്കെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അതെവിടം വരെ ആയി ഈ കാര്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് പാലട വേവിച്ച് വെച്ചതാണ്. ഞാനും അത്യാവശ്യം വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അപ്പനെ ഇങ്ങനെ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വശത്ത് പായസം ഉണ്ടാക്കുകയാണ്, മറുവശത്ത്
സദ്യക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിളും കസേരയൊക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ്. ഞങ്ങളുടെ പായസത്തിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിയാനായി. അപ്പോഴേക്കും അതാ ലത ചേച്ചി പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ശ്രീരാജ് ഗുരുവായൂരിന്ന് കുറച്ച് പപ്പടവും കൊണ്ടുവന്നു. അപ്പം ഞങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള ഓമശ്ശേരി പപ്പടവും ഗുരുവായൂർ പപ്പടവും എല്ലാം കൂടെ കാച്ചുന്ന തിരക്കിലാണ് ലത ചേച്ചി. അങ്ങനെ ഞങ്ങൾ പായസം ഏകദേശം റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്ക് ഇതാ എല്ലാ വീട്ടിൽ നിന്നും ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറയുന്ന തിരക്കിലായി. എല്ലാവരും കുറേ കാലമായി ഒന്നിച്ച് കൂടിയിട്ട്. അപ്പോൾ അത് കാരണം ഭയങ്കര തിരക്കായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ വളരെ വിശുദ്ധമായിട്ടാണ് ഓരോരുത്തർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുവാവ ഒരുറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നിട്ടുണ്ടേ. പാല് കുടിക്കുന്ന തിരക്കിലാണ്. വലിയ പരിചയക്കേടൊന്നും ഇല്ല ആൾക്ക്. അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദിവാകരേട്ടൻ നല്ല പുതിയ ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അനിയന്മാരാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ പാട്ടിനനുസരിച്ച് ഡാൻസ് എന്തൊക്കെയുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് അവർ കണ്ടില്ല തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചാണോ ചർച്ചകൾ എന്നാണ് സംശയം. ചെറിയമ്മമാരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വർത്താനം പറയുന്നുണ്ട്. അമ്മയും വല്യമ്മയും ഒന്നിച്ച് സംസാരിക്കുന്നുണ്ട്. ഗേൾസൊക്കെ അതാ ഒന്നിച്ച് കഥ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതാ എല്ലാ കുട്ടികളും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എങ്ങനെ പോസ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുള്ള ഡിസ്കഷനിലാണ് കേട്ടോ. അതാ ഏറ്റവും ചെറിയ കുഞ്ഞുവാവ വരെ ഉണ്ട് പോസ് ചെയ്യാൻ വന്നിട്ട്. അപ്പോൾ ഏകദേശം എല്ലാവരും വന്നു കഴിഞ്ഞു. അപ്പോൾ സദ്യ കഴിക്കുന്നതിൻ്റെ മുന്നേ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എത്തിച്ചേർന്ന എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഓണം, വിഷു, തിരുവാതിര തുടങ്ങിയിട്ടുള്ള വിശേഷ ദിനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടോ ചിലവൊന്നും ആർക്കും വരുന്നില്ല. അതേസമയം അങ്ങനെ ആ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ സദ്യ ഉണ്ണാനുള്ള ഒരുക്കത്തിലായിരുന്നു. ആ സമയത്തായിരുന്നു നല്ല മഴ പെയ്തത്. അത്യാവശ്യം നല്ലൊരു മഴ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ ഉണ്ടു. ഞങ്ങളെല്ലാവരും നമ്മളുടെ ജീവിതത്തിലെ ഓരോ തിരക്കുകളിലേക്ക് തന്നെ പോയി. അപ്പം ഞങ്ങളുടെ ഓണാഘോഷം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.